മലായിക അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധന്മാരായ മലക്കുകളോട് പറയുകയാണ്, അല്ലയോ മലാകമാരേ, വഇദ് ഖാല റബ്ബുക ലിൽ മലായിക, അല്ലാഹുവിന് സദാ സമയവും സുജൂദ് ചെയ്യുന്ന, പടച്ചവന് സദാ സമയവും ദിക്ർ ചൊല്ലുന്ന, അല്ലാഹുവിന് സദാ സമയവും തഹ്ലീൽ ചൊല്ലുന്ന, അല്ലാഹുവിന് സദാ സമയവും സുജൂദ് ചെയ്യുന്ന അല്ലാഹുവിന്റെ മലായികത്തുകൾ ഉണ്ടല്ലോ. സഹോദരിമാരെ, സഹോദരങ്ങളെ, ആ മലക്കുകളോട് അല്ലാഹ് പറയുകയാണ്, വഇദ് ഖാല റബ്ബുക ലിൽ മലായിക ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, അല്ലയോ മലക്കുകളെ, ഞാൻ എന്റെ ഖലീഫയെ നിയമിക്കാൻ പോകുകയാണ്, ഞാൻ എന്റെ പിൻഗാമികളെ നിയമിക്കാൻ പോകുകയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് അല്ലാഹു തആല മലക്കുകളോട് ചോദിക്കുകയാണ്. അല്ലയോ മാലാഖമാരേ, ഞാനിതാ ഖലീഫമാരെ ദുനിയാവിലതാ നിയമിക്കാൻ പോകുകയാണ്, സൃഷ്ടിക്കാൻ പോകുകയാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ പറഞ്ഞു, പടച്ചവനെ, ഈ ദുനിയാവിലെ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കുന്ന, തല്ലുകൂടുന്ന, ചീത്ത പറയുന്ന, ധിക്കാരം കാണിക്കുന്ന, അഹങ്കരിക്കുന്നതായ മനുഷ്യനെയാണോ നീ പടയ്ക്കുന്നത്? നിനക്ക് തസ്ബീഹ് ചൊല്ലുവാന്, നിനക്ക് തഹ്മീദ് ചൊല്ലുവാന്, നിന്നെ വാഴ്ത്തുവാന്, നിന്നെ പുകഴ്ത്തുവാന്, പടച്ചവനെ നിനക്ക് സ്തുതികൾ അർപ്പിക്കുവാൻ ഞങ്ങളില്ലയോ പടച്ചവനെ? ഞങ്ങൾ പോരെ അല്ലാഹ്, ഞങ്ങളും മതിയല്ലേ? ഞങ്ങൾ മതിയാകുമല്ലോ. അല്ലാഹുവോട് പറയുകയാണ്. അല്ലാഹ് പറഞ്ഞ വാക്കെന്താണെന്നറിയുമോ? ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂന. അല്ല മലക്കുകളെ, ഇന്നി അഅലമു മാ ലാ തഅലമൂന. നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങളും ഞാൻ അറിയുന്നവനാണ്. നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങളും ഞാൻ അറിയുന്നവനാണ്. നിങ്ങളെ എങ്ങനെയാണ് ഞാൻ പടച്ചത്, മനുഷ്യനെ എങ്ങനെയാണ് പടക്കേണ്ടതെന്ന് എനിക്കറിയാമെന്ന് ആർക്കും പറയാൻ സാധിക്കാത്തതായ, ധിക്കാരത്തിൻ്റെതായ, ഏകത്വത്തിൻ്റെതായ വാക്ക് പറയുന്ന റബ്ബ് തആല പറയുകയാണ്, ഇന്നി അഅലമു മാ ലാ തഅലമൂന. നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങളും ഞാൻ അറിയുന്നവനാണ്, ഞാൻ മനസ്സിലാക്കുന്നവനാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഇവിടെ മനുഷ്യരെ നമസ്കരിക്കുകയാണ്, സകാത്ത് കൊടുക്കുകയാണ്, പരിശുദ്ധമായ കാര്യങ്ങൾ അതാ ബഹുമാനിക്കുകയാണ്. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളുടെ മുന്നിൽ അഭിമാനം ബഹുലമാകുമത്രേ. കാണുന്ന മലക്കുകളെ നിങ്ങൾ കണ്ടുവോ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വാനലോകത്തെന്ന വിണ്ണിൽ നിന്ന് മണ്ണിലോട്ട് ഇറങ്ങി വന്നിട്ട് ഈ മനുഷ്യന്റെ കഥ പറഞ്ഞു കൊടുക്കുമ്പോ, ഈ മനുഷ്യന്റെതായ കഥായനം പറയുമ്പോ, ഈ മനുഷ്യന്റെതായ രസകരമായതായ വാതിലുകൾ തുറന്നു വെക്കുമ്പോ, ഈ മനുഷ്യൻ ഇവിടെ നന്മ ചെയ്യുന്നത് അള്ളാന്റെ സന്നിധാനത്ത് മഹാനായ ജിബ്രീൽ എന്ന് പറയുന്നതായ മലക്കുകളുടെ ക്യാപ്റ്റൻ ആ സന്നിധാനത്ത് പോയിട്ട് പറയുമ്പോ, അല്ലാഹു തആല മലക്കുകളുടെ മുന്നിൽ എത്രയോ ഇസ്സത്തുള്ളവനാണ്. ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂന. അല്ലാഹുവിന് എല്ലാം അറിയാം, പക്ഷേ നമ്മൾക്കൊന്നും അറിയില്ല. തന്റെ ഹൃദയത്തോട് പറയണം, പെങ്ങളെ, ഞാനൊന്നും അറിയാത്ത പൊട്ടിയാണ്, ഞാൻ ബലഹീനയാണ്, എനിക്കിവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഞാനിവിടെ അശക്തയാണ്, ഞാനിവിടെ ബലഹീനയാണ്, എന്റെ കഴിവ് തന്നത് അല്ലാഹുവാണ്. സുമ്മും
ബുകുമുൻ ഉമ്മിയുൻ ഫഹും ലാ യർജിഊൻ. ബധിരരാണ്, മൂകരാണ്, സംസാരിക്കാൻ കഴിയാത്തവരാണ്, അവർക്ക് തിരിച്ചു വരാൻ ഉദ്ദേശമില്ല, അത് കഴിയൂല, അങ്ങനെ ചിന്തിക്കുന്നവരാണ്. മനുഷ്യൻ ഒന്നുമല്ലേ, ഒന്നുമല്ല. അള്ളാന്റെ തീരുമാനത്തിന്റെ മുന്നിൽ മനുഷ്യനൊന്നുമല്ല സഹോദരാ. അതുകൊണ്ടാണല്ലോ മലക്കുകളോട് പോലും അല്ലാഹ് പറഞ്ഞത്, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. മലക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഇബാദത്തിൽ മുഴുകിയവരാണ്. എന്നെയും നിങ്ങളെയും പോലെയല്ല, എന്നെയും നിങ്ങളെയും പോലെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നവരല്ല, എന്നെയും നിങ്ങളെയും പോലെ നമസ്കാരങ്ങൾ ഒഴിവാക്കുന്നവരല്ല, എന്നെയും നിങ്ങളെയും പോലെ അല്ലാഹുവിനെ ധിക്കരിക്കുന്നവരല്ല, എന്നെയും നിങ്ങളെയും പോലെ ധിക്കാരത്തിൻ്റെതായ സ്വരങ്ങൾ പറയുന്നവരല്ല. മലക്കുകൾ എന്ന് പറഞ്ഞാൽ സദാസമയവും സുജൂദിലാണ്. മലക്കുകൾ എന്ന് പറഞ്ഞാൽ 1000 തലകളുള്ളവരാണ്, 1000 നാവുകളുള്ളവരാണ്, 10,000 ശിരസ്സുകളുള്ളവരാണ്, 10,000 കരങ്ങളുള്ളവരാണ് മലക്കുകൾ എന്ന് പറയുമ്പോ അവരോടാണ് അല്ലാഹ് പറഞ്ഞത്, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. നിങ്ങൾക്കറിയുമോ പെങ്ങളെ, അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ, അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ എന്താ? അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ എന്താണ്?